എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ ചേട്ടന്മാരെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ക്രാക്റ്റ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കൂട്ടായ്മയാണ് ക്രാക്റ്റ്. ക്രാക്റ്റിൻ്റെ ഭാരവാഹികളാണ് ഈ നിൽക്കുന്നത്. ദിനേശനുണ്ട്, പോളേട്ടനുണ്ട്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ സംവിധായകൻ, നമ്മുടെ ചാലക്കുടിക്കാരനായിട്ടുള്ള സുന്ദരദാസേട്ടൻ, ജോജിയേട്ടൻ, എല്ലാവരും ഉണ്ട് ഇവിടെ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാലക്കുടിയിൽ നഷ്ടപ്പെട്ടു പോയ നാടകരാവുകൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാസ് ഓഡിറ്റോറിയമൊക്കെ ഇപ്പോൾ സജീവമായി. ആ കൂട്ടത്തിലാണ് ക്രാക്റ്റ് ഇത്തവണ സംഗീതാട അക്കാദമിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഘടന കൂടിയാണ് ക്രാക്റ്റ്. ക്രാക്റ്റ് മുൻപ് നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്തവണ നാടകമേളയാണ് സംഘടിപ്പിക്കുന്നത്. ആ നാടകമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള ചാലക്കുടിയുടെ ഒരു സ്വത്ത് എന്ന് പറയുന്ന ജോസ് പല്ലിശ്ശേരിയുടെ സ്മരണാർത്ഥമാണ് ഈ നാടകമേള സംഘടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബ്രൗഷർ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാഴച്ചാൽ DFO ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചാലക്കുടിയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ക്രാക്റ്റ് സംഘടിപ്പിക്കുന്ന നാടകമേളയുടെ ബ്രൗഷർ പ്രകാശനം ചെയ്തു. ക്രാക്റ്റ് ജോസ് പെല്ലിശ്ശേരി മെമ്മോറിയൽ അഖില കേരള നാടകമേളയുടെ ബ്രൗഷറാണ് പ്രകാശനം നടത്തിയത്. വാഴച്ചാൽ DFO R. ലക്ഷ്മി പ്രകാശന കർമ്മം നിർവഹിച്ചു. നവംബർ 4 മുതൽ 10 വരെ ചാലക്കുടിയിൽ നടക്കുന്ന അഖില കേരള ജോസ് പെല്ലിശ്ശേരി മെമ്മോറിയൽ നാടകമേളയുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായ സുന്ദർദാസിന് നൽകിക്കൊണ്ടാണ് ബ്രൗഷർ പ്രകാശനം വാഴച്ചാൽ DFO R. ലക്ഷ്മി നിർവഹിച്ചത്. യോഗത്തിൽ ക്രാക്റ്റ് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PD ദിനേശ്, വൈസ് പ്രസിഡന്റ് ലൂയിസ് മാസ്റ്റർ, കമ്മിറ്റി അംഗങ്ങളായ VJ ജോജി, ഷാജു ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഈ നാടകമേള എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ കൊച്ചിലെയൊക്കെ നമ്മൾ നാടകങ്ങൾ കണ്ട് വളർന്ന ഇത് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. കുറേ വർഷങ്ങളായിട്ട് ഈ നാടകം എന്നുള്ളത് ഇപ്പോഴത്തെ പുതു തലമുറയ്ക്കും അറിയില്ല എന്താണ് നാടകം എന്നുള്ളതും. ഇനി ഈ ഒരു മേളയിൽ കൂടെ നമ്മുടെ ഈ ചാലക്കുടി മേഖലയിൽ വളർന്നു വരുന്ന തലമുറ അത് മനസ്സിലാക്കട്ടെ. ചാലക്കുടിയിലൊരു എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ സ്കൂളിലും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചാലക്കുടിയിൽ 3 സംഘടനയുണ്ടായിരുന്നു. കല, ഫാസ്, കാസ്. ഓരോ മാസവും 2-3 നാടകങ്ങൾ വെച്ച് കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് കാലത്തിന് ശേഷമൊക്കെ മണ്ണറിഞ്ഞു പോയി. ഇപ്പോൾ പുതിയൊരു ജീവൻ ഉടലെടുത്താണ് ചാലക്കുടിയെ സംബന്ധിച്ച്. നാടകത്തിന് ഒരുപാട് നാടക സംസ്കാരം ഒരുപാടുള്ള നാടാണ് ചാലക്കുടി. ജോസ് പെല്ലിശ്ശേരിയുടെ നാമധേയത്തിലാണ് ക്രാക്റ്റ് ഇങ്ങനെയൊരു നാടകങ്ങളെ സംഘടിപ്പിക്കുന്നത്. എന്നും നാടകങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്നതായിട്ടുള്ളതാണ്. സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് പലപ്പോഴും ഉപകാരപ്പെട്ടിട്ടുള്ളതാണ് നാടകങ്ങളുടെ പ്രതിപാദ്യ വിഷയങ്ങളൊക്കെ. ഇപ്പോൾ ആ സംസ്കാരം നാടക സംസ്കാരം വീണ്ടും ചാലക്കുടിയിൽ ഉടലെടുക്കുകയാണ്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ക്രാക്റ്റിൻ്റെ ഭാഗങ്ങൾ അഭിനന്ദിക്കുന്നു. ക്രാക്റ്റിൻ്റെ 2ാമത്തെ നാടകമേളയാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കൊറോണ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നടത്താതെ കിടന്നിരുന്നത് നവംബർ 4 മുതൽ 10 വരെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ളൊരു മേളയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചാലക്കുടിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന നാടകം പല സംഘടനകളും ഉണ്ടായിരുന്നെങ്കിലും അത് ഏറ്റെടുത്ത് നടത്താനുള്ള സാമ്പത്തിക പ്രതിസന്ധി മറ്റു കാരണക്കാർ നടക്കാതെ കുറേ വർഷങ്ങൾ അതിനൊരു പരിഹാരം നൽകി കോർഡിനേഷൻ ട്രസ്റ്റ് അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. നാടകമേള ക്രാക്റ്റ് സംഘടന ജോസ് പെല്ലിശ്ശേരിയുടെ നാമധേയത്തിൽ സംഘടിപ്പിക്കുകയാണ്. ചാലക്കുടിയിൽ ഇന്ന് പുതുതലമുറയ്ക്ക് നാടകത്തെ പരിചയപ്പെടുത്തുന്നതിനും നാടകം കാണുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിയ ക്രാക്റ്റിനെ എല്ലാവരും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. അഖില കേരള നാടകമേള നവംബർ 4 മുതൽ 10 വരെ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും നല്ല അവാർഡ് കിട്ടിയിട്ടുള്ള നാടകങ്ങളാണ് ഈ പ്രാവശ്യം നാടകമേളയിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് സംഗീത നാടക അക്കാദമിയുടെ അഫിലിയേഷനോട് കൂടിയ സംഘടനയാണ് ക്രാക്റ്റ് എന്നതുകൊണ്ട് തന്നെ ഈ വർഷം നാടകമേളയുമായി ബന്ധപ്പെട്ട് നാടകവുമായി ബന്ധപ്പെട്ട കലാകാരന്മാരെ ആദരിക്കുകയും അതുപോലെ തന്നെ നാടകത്തെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നാടകമേളയുടെ ബ്രോഷർ ഔപചാരികമായിട്ട് നമ്മുടെ സുന്ദർദാസേട്ടന് ആദ്യ കോപ്പി കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നടത്തിയ ഇവിടുത്തെ ലക്ഷ്മി മേഡത്തിനും അതുപോലെ എൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ആത്മാർത്ഥമായ ഹൃദയം നിറഞ്ഞ നിസ്സീമമായ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ക്രാക്റ്റിൻ്റെ നാടകമേളയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.